ണ്ടോ ഇപ്പോൾ കേരളത്തിൽ മുജാഹിദിൽ നിന്ന് ഈ ജിന്ന് പിശാച് വിഷയം പറഞ്ഞ് റുഖിയ ശറിയ വിഷയം പറഞ്ഞ് അഭിപ്രായ വ്യത്യാസമുണ്ടായി, പ്രബന്ധം കൈമാറി, ചർച്ചകൾ നടന്ന് അവസാനം കേരള ജമിയത്തുൽ ഉലമ ആ വിഷയത്തിൽ പറഞ്ഞ തീരുമാനത്തെ കാറ്റിൽ പറത്തി അതിനെതിരെ അതേ പ്രസ്ഥാനത്തിൽ തന്നെ നിന്നുകൊണ്ട് പുറത്ത് രഹസ്യ സംഘടന ഉണ്ടാക്കിയ ആൾക്കാരാണ് അവർ, വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ. ഞാൻ ഇത്ര ധൈര്യത്തിലും ഇത്ര ആധികാരികമായും ഈ പള്ളിക്കുള്ളിൽ വെച്ചുകൊണ്ട് ഈ മജ്ലിസിൽ ഞാനത് പറയാൻ കാരണം എന്താണോ, ഞാൻ അതിൽ അംഗമായിരുന്ന ഒരാളാണ്. കേരളത്തിൽ മുജാഹിദ് എന്ന പ്രസ്ഥാനം, മാതൃപ്രസ്ഥാനം, ഇവിടുത്തെ സംഘടന, അതിൻ്റെ സംസ്ഥാന നേതൃത്വത്തിൽ നിൽക്കുക, അതിൻ്റെ ജില്ലാ നേതൃത്വത്തിൽ നിൽക്കുക, എന്നിട്ട് അതിൻ്റെ അന്തിമഘട്ടത്തിൽ അതിൻ്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഞങ്ങളെപ്പോലെയുള്ള ചാവേർ ബോംബുകളെ പുറത്തിട്ടിട്ട് പൊട്ടിക്കുക. സക്കരിയ സ്വലാഹി, മുജാഹിദ് ബാലുശ്ശേരി, ഞാൻ തുടക്കത്തിൽ ഞാൻ വലിയ കിതാബ് പറഞ്ഞിട്ടും വലിയ പണ്ഡിതനായിട്ടൊന്നല്ല എന്നെ കൂട്ടുപിടിച്ചത്. ഈ ഹക്ക് മനസ്സിലാക്കിയ കാലത്ത് വാചാലമായി ക്ലിപ്പിട്ടുകൊണ്ട് സത്യത്തിൽ നമ്മൾ ഹക്കാണ്, ഇവർ യഥാർത്ഥത്തിൽ ഒരു കോക്കസിനെതിരെയുള്ള യുദ്ധമാണ്. ഇപ്പം അൻവർ പറഞ്ഞില്ലേ, ഈ പാർട്ടി ഒരു കോക്കസിൻ്റെ കയ്യിൽ അകപ്പെട്ടിരിക്കുകയാണ്, മൂല്യം നഷ്ടപ്പെടാൻ പോവുകയാണ്, തകരാൻ പോവുകയാണ് എന്ന് പറഞ്ഞ നമ്മളെ ഇവർ പറഞ്ഞു പറ്റിച്ചു. അബ്ദുറഹ്മാൻ സലഫി മനസ്സും പിന്നെ കായക്കുടിയൊക്കെ കൂടുന്നൊരു കോക്കസാണിത് എന്ന് പറഞ്ഞിട്ട് ആ കോക്കസിൻ്റെ കയ്യിലേക്ക് ഒതുക്കുകയാണ്. ഈ പ്രസ്ഥാനം നശിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിനെ ആദർശപരമായും ദീനീപരമായും സ്നേഹിച്ച അതിൻ്റെ കൂടെ നിൽക്കുന്ന നമുക്ക് വേദന ഉണ്ടാവില്ലേ പ്രവർത്തകന്മാർക്ക്? ആ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്തു, അത്തരത്തിലുള്ള ഷറുകളെ, കീടങ്ങളെ, പുഴുക്കുത്തുകളെ സമൂഹത്തിൽ ബോധ്യപ്പെടുത്തണമെന്ന നിലക്ക് നന്നായി സംസാരിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചു, ഉള്ളിൽ നിന്നുകൊണ്ട് ധൈര്യസമേതം. അതുകൊണ്ട് തന്നെ പുറത്താക്കപ്പെട്ട സർക്കുലർ ആദ്യം വന്ന സലാഹിക്ക, പിന്നെ വന്ന എൻ്റെ കാര്യത്തിലാണ്. അന്നൊന്നും ഈ പറഞ്ഞ ബഹുമാനായ ഫൈസൽ മൗലവിയോ ഹുസൈൻ സലഫിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ടി കെ അഷ്റഫോ ഈ CP സലീം സാഹിബ് ഒന്നുമില്ല. അവരൊക്കെ കേനം സംഘടന കൂടെയാണ്. വല്ലാഹി ഹക്കാണ് ഈ പറഞ്ഞത്. എന്നിട്ട് നമ്മളെപ്പോലത്തെ ആൾക്കാരെ പുറത്ത് നിർത്തിയിട്ട് സലഫി സംഘം, സലഫി സംഘം, എന്താണ് സ്വതന്ത്ര സംഘം, എന്തൊക്കെ പേരട്ടിരുന്നത്, ഓരോ യൂണിറ്റിലും പ്രത്യേകില്ല, ഒരു സ്വതന്ത്ര സംഘം, അങ്ങനെ പോസ്റ്റ് അടിക്കുക. എന്നിട്ട് പോസ്റ്റ് അടിച്ചിട്ട് എന്ത് ചെയ്യാണ്, ഇതിനെതിരെ ശക്തമായിട്ട് മാറ്റിയെടുത്ത നമ്മളെ കൊണ്ട് ഇവർ സംഘടനക്കുള്ളിൽ നിന്നുകൊണ്ട് കരുക്കൾ നീക്കിയിട്ടുണ്ട്. എടത്തനാട്ടുകരയിൽ പ്രോഗ്രാമിന് പോയപ്പോൾ ടി കെ അഷ്റഫ് സാഹിബ് ഇന്ന് വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ്റെ നേതൃത്വ നിലയിലുള്ള വലിയ നേതാവാണ്. അയാൾ KNMൻ്റെ ISMൻ്റെ സംസ്ഥാന നേതൃത്വത്തിൽ നിലനിൽക്കുക, എന്നിട്ട് അതിനെതിരെ പുറത്ത് പരിപാടി വെക്കുക. എന്നിട്ട് ആ പരിപാടിക്ക് എന്നെ പ്രസംഗിക്കാൻ കൊണ്ടുപോവുക. എന്നിട്ട് എന്നോട് പറയുകയാണ്, സാജിദെ അബ്ദുറഹ്മാൻ സലഫിൻ്റെ യായ്ബാറിലെ ക്ലിപ്പ് ഇടണം, അനസിൻ്റെ മറ്റേ ക്ലിപ്പ് ഇടണം, ഇസ്ലാമിക ജീവിതം വായിക്കണം, മറ്റേ വായിക്കണം. കണ്ടോ, ഇതിനുള്ളിൽ നിന്ന് ഇതിനെന്താ പേര് പറയാം, ഇതിനെന്താ പേര് പറയാം? മുനാഫിക്കിനെ പണിയുന്നോ, തുരപ്പം പണിയുന്നോ? അല്ല, ജിഹാദ്, ദീനി ജിഹാദ് ആണോ? ഒരു സംഘടന ചർച്ച ചെയ്യുക, പ്രബന്ധം കൈമാറുക, ആ വിഷയത്തിൽ ആത്മാർത്ഥമായി ഡിസ്കഷൻ നടക്കുക, എന്നിട്ട് ആ ഡിസ്കഷൻ നടത്തി ഒപ്പിട്ട് അംഗീകരിക്കുന്ന തീരുമാനത്തിന് എതിരിൽ അതിനുള്ളിൽ തന്നെ പ്രവർത്തിക്കുക. അങ്ങനെ പ്രവർത്തിച്ചപ്പോൾ നമ്മൾ ഹക്കാൻ വിചാരിച്ചിട്ട് എന്ത് ചെയ്തു, പ്രവർത്തിച്ചു കൊടുത്തു, ക്ലിപ്പിട്ട് കൊടുത്തു, സംസാരിച്ചു കൊടുത്തു. പെരിന്തൽമണ്ണ വരുമ്പോൾ ആരിഫ് സലീം വിളിക്കും, ആ ഭാഗത്ത് പരിപാടി നടത്തുമ്പോൾ ഞങ്ങളാണ് നടത്തുന്നത്, പക്ഷെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. നിങ്ങളെപ്പോലെ പുറത്തിറങ്ങി നിന്നിട്ട് നമുക്ക് വേദിയിൽ വരാൻ പറ്റില്ല, നമ്മളെ കുട്ടികൾ അവിടെ ഉണ്ടാവും, നിങ്ങളെന്ത് ചെയ്യുക, ഇന്ന ക്ലിപ്പൊക്കെ ഇട്ട് ഇന്ന വിഷയം സംസാരിക്കുക. കണ്ടോ, അപ്പോൾ പ്രസ്ഥാനത്തിൽ നിന്ന് ഇവർക്ക് പുറത്തു പോരണം, പുറത്തു പോകുന്ന ഒരു പുതിയ കൂട്ടായ്മ ഉണ്ടാക്കണം. ഉണ്ടാക്കുമ്പോൾ ആൾ വേണ്ടേ? ആളെ കൂട്ടാൻ വേണ്ടി നമ്മളെ പോലത്തെ ആൾക്കാരെ ചാബർ ബോംബാക്കി. ആവശ്യം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, കരിയപ്പില കറിയിൽ എടുത്ത് ഒഴിവാക്കുന്ന മാതിരിയാണ് പുറത്താക്കുകയും ചെയ്തു. അതാണ് ഹക്ക്. അപ്പോൾ ഇളിച്ചം പിടിച്ചിട്ട് ദേഷ്യം കൊണ്ടല്ലേ പറഞ്ഞത്, ഈ വസ്തുത മനസ്സിലാക്കണം, ഇത് അറിയുന്നവർ മനസ്സിലാക്കണം. ഇത് തുറന്നു പറയാൻ ഇവർക്ക് കഴിയൂല, നമുക്കേ കഴിയുള്ളൂ. കാരണം അവർക്ക് പ്ലാറ്റ്ഫോം ഉണ്ട്, നമുക്ക് ആ പ്ലാറ്റ്ഫോം ഇല്ല. അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ എന്ത് ചെയ്തു, പുറത്തേക്ക് നിന്ന് കളിച്ചു. ലാസ്റ്റ് ആ ജമിയത്തുൽ തീരുമാനങ്ങൾക്കെതിരെ ശക്തമായി ഇറങ്ങിത്തിരിച്ച് പുറത്തിറങ്ങി. അങ്ങനെ സക്കരിയ സ്വലാഹി റഹിമഹുല്ല ഉദ്ദേശിച്ച രൂപത്തിലേക്ക് ഇത് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചെങ്കിലും ആ രൂപത്തിലേക്ക് കൊണ്ടുപോകാതെ ഇതിനെ വീണ്ടും ഒരു സംഘടനാവൽക്കരണത്തിലേക്ക് കൊണ്ടുപോയി. എന്താണോ KNM എന്ന് പറയുക, അതേപോലെ പാർട്ടി പുറത്തുണ്ടാക്കി. ഒരു മാറ്റമില്ല. ഒരു മുജാഹിദ് പ്രസ്ഥാനം കൂടി ഉണ്ടായി, അപ്പം 3 ഉള്ള മുജാഹിദുകൾ പിളരെയാണ്, 3 എന്നിട്ട് 2 കൂട്ടം തൗഹീദ് രക്ഷക്ക്. ജിന്ന് സാന്നിധ്യമുള്ള വീടുകളിൽ ചില ഗുരുതര രോഗങ്ങൾ ഉണ്ടാവുന്നത് സ്വാഭാവികമായി കണ്ടുവരുന്നു. ചില നിർവചിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഇന്ന രോഗമാണെന്ന് കൃത്യമായി പറയാൻ കഴിയാത്ത ചില രോഗലക്ഷണങ്ങളൊക്കെ ചില വീടുകളിൽ കാണാം. വെറുതെ കൈ വിറയ്ക്കുക, അല്ലെങ്കിൽ കാല് വിറയ്ക്കുക, അല്ലെങ്കിൽ
ചുണ്ട് ചലിക്കുക, കണ്ണിൻ്റെ പിരിയും കിടന്നടിക്കുക, ഇങ്ങനെയുള്ള അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ തലക്കറക്കം അതുപോലുള്ള, എന്നാൽ ചെക്കപ്പോ മറ്റ് മെഡിക്കൽ തരത്തിലുള്ള മെഡിക്കൽ പരമായിട്ടുള്ള ചെക്കപ്പുകളിലോ മറ്റോ ഒന്നും തന്നെ അതിനൊരു കാരണം കണ്ടെത്താൻ സാധിക്കുകയില്ല. അത്തരം വിഷയമല്ല ഞാൻ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. ഗുരുതരമായ ചില കാരണം കണ്ടെത്താൻ കഴിയുന്ന, അത് മെഡിക്കലിൽ ഇന്ന രോഗമാണെന്ന് തന്നെ പറയാൻ കഴിയുന്ന ചില ഗുരുതര രോഗങ്ങൾ, അതിൽപ്പെട്ട ഒരു രോഗമാണ് കരളുള്ള രോഗം അല്ലെങ്കിൽ അറ്റാക്ക് പോലുള്ള ഹൃദയ സംബന്ധമായ രോഗങ്ങൾ. അതിൽ വളരെ ചികിത്സകന്മാർക്ക് വളരെ ബോധ്യപ്പെട്ടിട്ടുള്ള അവരുടെ നിരീക്ഷണങ്ങളിൽ ഇത് വൈശാചികമാണ്, ശൈത്താനിയത്താണ്, ശൈത്താൻ്റെ പ്രതികാരമാണ്, അല്ലെങ്കിൽ ശൈത്താൻ്റെ സാന്നിധ്യമുള്ള സ്ഥലത്ത് താമസിച്ചുകൊണ്ട് സംഭവിച്ചൊരു രോഗമാണ് എന്നൊക്കെ പലപ്പോഴും വ്യക്തമായി നിരീക്ഷിക്കുന്ന ഒരു രോഗമാണ് ക്യാൻസർ. അപ്പോൾ ക്യാൻസർ ഇതിൻ്റെ മെഡിക്കൽ ചെക്കപ്പിൽ ഇതൊരു ക്യാൻസർ രോഗമാണെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ എന്തുകൊണ്ടുണ്ടായി എന്നതിന് നമ്മൾ പലപ്പോഴും അതിന് ഊഹാപരമായ വ്യാഖ്യാനങ്ങൾ, ഭക്ഷണ രീതി കൊണ്ടോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ജീവിതശൈലി കൊണ്ടോ അല്ലെങ്കിൽ ക്രമരഹിതമായിട്ടുള്ള ജീവിത സ്വഭാവങ്ങൾ കൊണ്ടോ ഒക്കെ എന്നൊക്കെ നമ്മളതിനെ വിശകലനം ചെയ്യുമെന്ന് മാത്രം. എന്നാൽ പൈശാചിക ബാധ അല്ലെങ്കിൽ ശൈത്താൻ്റെ സാന്നിധ്യമുള്ള സ്ഥലത്ത് താമസിക്കുന്നത് കൊണ്ടും ഇത്തരം രോഗങ്ങളുണ്ടാവാം. ഈ കാലത്ത് ഇപ്പോഴും ജീവിച്ചിരിപ്പുള്ള ഷെയ്ഖ് സ്വാലിഹ് ഫൗസാൻ ഹഫിദുല്ലാഹ് അദ്ദേഹം സൂറത്ത് അൻആമിലെ ഇതേ ആയത്ത് ഓതിക്കൊണ്ടാണ് അദ്ദേഹം ജിന്നോള സഹായ ചോദ്യങ്ങളിൽ ഷിർക്കായതും വസീലയായതും അവിടെ ഒന്നും പാടില്ല, ഷിർക്കല്ല എന്ന് വിചാരിച്ചാൽ വഴിക്ക് പോകാൻ പാടില്ല എന്ന് അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ചോദ്യത്തിൽ നമുക്ക് വേണമെങ്കിൽ കേൾക്കാം. يقول فضيلة الشيخ وفقكم الله: هل يجوز استخدام الجن في غير السحر كإرسالهم إلى بعض الأشخاص من غير عبادة لهم؟ وهل يجوز أن نستخدمهم في أعمال الخير؟ لا ما يجوز استخدام. അതായത് ഇപ്പൊ ചോദ്യം അതാണ്, സിഹിറിന് വേണ്ടി അല്ലാത്ത നന്മയുടെ വഴികളിൽ ഒരാൾക്ക് ജിന്നിനെ ഉപയോഗിക്കാൻ പറ്റുമോ, അത് അനുവദനീയമാണോ എന്നാണ്. ഇബാദത്തില്ല, ഒന്നുമില്ല, ഖൈറായ കാര്യങ്ങൾക്ക് വേണ്ടി ജിന്നുകളെ ഉപയോഗപ്പെടുത്താമോ എന്നാണ് ചോദ്യം. അതിന് മറുപടി കേൾക്കണം നമുക്ക്. ما يجوز استخدام الغائبين أبدا، إنما تستخدم إنسانا حاضرا قادرا تطلب منه شيئا أن يحضره أو أن يعينك. أما بالغائب لا يجوز هذا، لأن هذا وسيلة إلى الشرك. وهذا يدخل في قوله تعالى: ويوم يحشرهم جميعا يا معشر الجن قد استكثرتم من الإنس قال أولياؤهم من الإنس ربنا استمتع بعضنا ببعض. هذا استمتاع، الاستعانة بهم استمتاع. ربنا استمتع بعضنا ببعض وبلغنا أجلنا الذي أجلت لنا قال النار مثواكم خالدين فيها إلا ما شاء الله. وفي قوله تعالى: وأنه كان رجال من الإنس يعوذون برجال من الجن فزادوهم رهقا. لا يجوز الاستعانة بالجن. ومن اللي يقولون نستعين بالمؤمنين، وش اللي يدريك أنهم مؤمنين؟ قد يدعي أنه مؤمن وهو كافر مشرك، ما الذي يدريك أنه مؤمن؟ فلا يجوز، الحاصل أنه ما يجوز الاستعانة بالجن أبدا في وجه من الوجوه، لأن هذا يفتح باب الشر على المسلمين ويفتح الإخلال بالعقيدة ووسيلة إلى الشرك بالله عز وجل. نعم. വ്യക്തമായി പറഞ്ഞു, ഇവിടെ നിലക്കും പാടില്ല, ഇവിടെ നിലക്കും അനുവദനീയമല്ല, ശിർക്കിലേക്കുള്ള വസീലയാണ്. ഇത് രണ്ടും പറഞ്ഞു. സുൽത്താൻ ആയത്ത് പറഞ്ഞു, 6-ാമത്തെ ആയത്ത് പറഞ്ഞു. അപ്പൊ ഷിർക്കായത്, ഷിർക്കിന്റെ വഴിയായത് എല്ലാം അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഒരിക്കലും ജായിസ് അല്ല. ഇനി ഇതേ ആയത്ത് വെച്ചുകൊണ്ട് തന്നെ അല്ലാമ ശംഖിത്ത് റഹ്മത്തുള്ളാഹിയുടെ അദ്വാ ഉൽ ബയാനിൽ അദ്ദേഹം വ്യക്തമായി മുവഹിദുകൾ ചെയ്യുന്ന ഇസ്തിംതാവുമായി ബന്ധപ്പെട്ട പരാമർശം നടത്തിയത് കാണാൻ കഴിയും. റഷീദുല്ലയുടെ തഫ്സീറുൽ മനാറിൽ ഫിശ്ശിർക്കി വഅസ്ബാബിഹി, ഷിർക്കും ഷിർക്കിന്റെ അസ്ബാബുകളും എന്ന പ്രയോഗം അവിടെ നടത്തിയത് കാണാൻ കഴിയും. ഇങ്ങനെ ധാരാളം പഠിച്ചു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഫൈസൽ മുസ്ലിയാർ ഇവിടെ വായിക്കുന്ന ഷെയ്ഖ് ഫൗസാന്റെ ആ ഫത്വയിൽ നിന്ന് ഫൈസൽ മുസ്ലിയാർ ലാ മാ യജൂസുൽ ഇസ്തിഖ്ദാമു ബിൽ അംവാത്തി വൽ ഗായിബീൻ എന്ന വാചകം അദ്ദേഹം ഒഴിവാക്കി. നിങ്ങൾ വിചാരിച്ചോ അബദ്ധത്തിൽ സംഭവിച്ചതാണ് എന്ന്? അല്ല, കരുതി കൂട്ടി മാറ്റി വെച്ചതാണ്. അവിടെ
അംവാത്തിനോടും ഗായിബീങ്ങളോടും ഇസ്തിഖ്ദാമ് നടത്തിയാൽ വസീലത്തുൻ ഇല ഷിർക്കാണ് എന്ന് പറയേണ്ടി വരും. അതിന് വിസ്റ്റംകാർ പാകപ്പെട്ടിട്ടില്ല. ഇപ്പോൾ വിസ്റ്റംകാർ പാകപ്പെട്ടത് ഗായിബീങ്ങളായ ജിന്നിനോടും മലക്കിനോടും സഹായം ചോദിച്ചാൽ ഷിർക്കാകാത്തതുണ്ട് എന്നതിന് പാകപ്പെട്ട് ഒരു നിലപാടിലെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ മരിച്ചവരോടുള്ള ഇസ്തിഖ്ദാമും വസീലത്തുനില ഷിർക്കാണ് എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ വിസ്റ്റംകാർക്ക് കുറച്ച് പ്രയാസം ഉണ്ടാകും. അത് കണ്ടറിഞ്ഞിട്ടാണ് ഫൈസൽ മുസ്ലിയാർ അവിടെ നിന്ന് അത് മാറ്റിവെച്ചത്. ഞാനിതിൻ്റെ തൊട്ട് താഴെ അവിടെ ഇട്ടിട്ടുണ്ട് എന്താണ് ഷെയ്ഖ് ഫൗസാൻ്റെ ഫത്വ എന്നുള്ളത്. തന്ത്രപൂർവം അദ്ദേഹം മരണപ്പെട്ടവരെ അതിൽ നിന്ന് ഒഴിവാക്കി. മരണപ്പെട്ടവരോട് ഇസ്തിഖ്ദാമ് നടത്തിയാൽ ഷിർക്കാണ് എന്ന് മുജാഹിദുകൾക്ക് ഒരാളും പഠിപ്പിച്ചു തരേണ്ടിയിരുന്നില്ല. എന്നാൽ ഷെയ്ഖ് ഫൗസാൻ അവിടെ പറഞ്ഞിട്ടുള്ളത് മരണപ്പെട്ടവരോടും ജിന്നിനോടും മലക്കിനോടും ഇസ്തിഖ്ദാമ് നടത്താൻ പാടില്ല. എന്താണെന്ന് അവിടെ പറഞ്ഞത് അടിയിൽ വസീലത്തുനില ഷിർക്കുന്ന. ആ വസീലത്തുനില ഷിർക്കും ഫൈസൽ മുസ്ലിയാർ പറഞ്ഞ വസീലത്തുനില ഷിർക്കും ഒന്നാണ് എങ്കിൽ മരിച്ചവരോടുള്ള ഇസ്തിഖ്ദാമ് വസീലത്തു ഷിർക്കായിട്ട് വരും. ഇനി കാലക്രമേണ ഇപ്പോൾ ഏകദേശം ഈ ഫൈസൽ മുസ്ലിയാർ കാഞ്ഞങ്ങാട് മുഖാമുഖത്തിൽ പറഞ്ഞു മരണപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിങ്ങൾ പോയി സഹായം ചോദിച്ചാൽ ഷിർക്കാവുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ് തുടക്കമിട്ടിട്ടുണ്ട്. മരണപ്പെട്ടവരോട് സഹായം ചോദിക്കുന്നത് ഷിർക്കാവുകയില്ല എന്ന് തുടക്കമിട്ടിട്ടുണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. ഇനി സഹോദരന്മാരെ, കുറച്ച് വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞാൽ ഫൈസൽ മുസ്ലിയാർ ഇപ്പോൾ കാഞ്ഞങ്ങാട് മുഖാമുഖത്തിൽ തുടക്കട്ടല്ലോ റസൂലുള്ളാഹിൻ്റെ ഖബറിങ്ങ പോയിട്ട് സഹായം ചോദിക്കുന്നത് ഷിർക്കല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇതിന് വിസ്റ്റംകാരങ്ങോട്ട് പാകപ്പെടുത്തി കഴിഞ്ഞാൽ ഫൈസൽ മുസ്ലിയാർ പ്രൂഫ് പോയിന്റിൽ വരും. ഞാൻ മാത്രമല്ല പറഞ്ഞത് മരണപ്പെട്ടവരോട് സഹായം ചോദിച്ചാൽ ഷിർക്കാണ് എന്ന് ഞാൻ മാത്രമല്ല പറഞ്ഞത്. ഷെയ്ഖ് ഫൗസാൻ്റെ ഫത്വ ഉണ്ട്, അന്നും എടുത്തിടും ഈ ഫത്വ. എന്ത് വസീലത്തുനില ഷിർക്കാണ് മരണപ്പെട്ടവരുടെ ഖബറിങ്ങ പോയി സഹായം ചോദിച്ചാൽ എന്ന് ഷെയ്ഖ് ഫൗസാനും പറഞ്ഞിട്ടുണ്ട്. കേട്ടോളി എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഈ വരി കട്ട് ചെയ്തിട്ട് വായിച്ച ഫൈസൽ മുസ്ലിയാരുടെ ഈ ഫത്വ ഉണ്ടല്ല, അന്ന് വായിക്കും. അതിന് വേണ്ടി വെച്ചതാണത്. മനസ്സിലായില്ലേ? തന്ത്രപൂർവം ഫൈസൽ മുസ്ലിയാർ മറച്ചു വെച്ച ഒരു കാര്യമാണിത്. ഇത് തിരിച്ചറിയാൻ വിസ്റ്റംകാരെ, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൺകുട്ടികളില്ലാതെ പോയല്ലോ. ഈ കപടമുഖം തിരിച്ചറിയാതെ ഇത്രമാത്രം ഒരു മുസ്ലിയാറിൻ്റെ ആസന്നത്തിൻ്റെ ചുവട്ടിൽ തല പണയപ്പെടുത്തി പോയല്ലോ നിങ്ങൾ. അതാണ് അനസ് മൗലവി ചോദിച്ചത്. എന്തേ അലൈസ ഫീക്കും റജുലുൻ റഷീദ്, നട്ടലുള്ള ഒരുത്തൻ നിങ്ങളെ കൂട്ടത്തിലില്ലേ? തൗഹീദ് അറിയുന്ന ഒരുത്തൻ വിസ്റ്റംകാരാ നിങ്ങളുടെ കൂട്ടത്തിലില്ലേ? ഒരു മുസ്ലിയാർക്ക് കീഴിൽ ഇത്രയും ആദർശം പണയപ്പെടുത്താൻ ഇത്രമാത്രം നിങ്ങൾ അധപ്പതിച്ചു പോയോ? ഇത് മുജാഹിദുകൾ വെറുതെ പറയുന്നതല്ല. ഇതൊന്നും കുറച്ച് മുന്നേ വരെ ഈ ഫത്വകളൊന്നും ഫൈസൽ മുസ്ലിയാർ പുറത്തിട്ടെടുത്തിട്ടില്ല. ഇപ്പം ഏകദേശം വിസ്റ്റംകാർ ഇതിന് പാകപ്പെട്ട് ജിന്നിനോടുള്ള സഹായതേട്ടം ഷിർക്കല്ലാത്തതുണ്ട് എന്ന് വിശ്വസിക്കാൻ വിസ്റ്റം വിഭാഗത്തിൻ്റെ ആളുകൾ പാകപ്പെട്ട് എന്ന് തോന്നിയപ്പോൾ ഫൈസൽ മുസ്ലിയാർ പുറത്തേക്ക് വലിച്ചിടുക. അതുപോലെ ഖബറിങ്ങിൽ പോയി സഹായം ചോദിച്ചാൽ വസീലത്തുനില ഷിർക്കാകുന്നുണ്ട് എന്ന് പാകപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഫത്വയുമായി വീണ്ടും ഫൈസൽ മുസ്ലിയാർ വരും. ഷെയ്ഖ് ഫൗസാൻ പറഞ്ഞിട്ടുണ്ട് മരണപ്പെട്ടവരോട് സഹായം ചോദിച്ചാൽ വസീലത്തുനില ഷിർക്കാകണം. മുസ്ലിയാരെ, ഇന്നല്ലെങ്കിൽ നാളെ, തൊട്ടടുത്ത നിമിഷം അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകേണ്ടതാണ് എന്ന ബോധം നിങ്ങളിലുണ്ടായിട്ട് ഒന്നുകിൽ നിങ്ങൾ ഖുറാഫിക്കനെ തിരിച്ചു പോകും മുസ്ലിയാരെ, ഒന്നുകിൽ നിങ്ങൾ ഖുറാഫാത്തിലേക്ക് തിരിച്ചു പോ. ഈ മുജാഹിദുകളെ ഒന്ന് ഒഴിവാക്കൂ. അവർ പാവപ്പെട്ടവരാണ്.
നിങ്ങൾ പറയുന്നതിൽ സത്യമുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നു. അവരെ പറ്റിക്കല്ലി മുസ്ലിയാരെ, പ്ലീസ്. അവർ തൗഹീദിൻ്റെ കൊടക്കയിൽ അണിനിരക്കട്ടെ. നിങ്ങൾ വന്ന തറവാട്ടിലേക്ക് നിങ്ങൾ തിരിച്ചു പോ, ആ ഖുറാഫാത്തിലേക്ക്. എന്നിട്ട് തൗഹീദ് നല്ല പോലെ പഠിച്ചിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വേണമെങ്കിൽ വന്നോ. അത്രേ പറയാനുള്ളൂ. മുജാഹിദുകളെ, തിരിച്ചറിയാൻ വൈകിപ്പോകരുത്. ഈ മുസ്ലിയാരുടെ കപടമുഖം തിരിച്ചറിയാൻ നിങ്ങൾ വൈകിപ്പോയാൽ സത്യയാളുന്ന നരകാഗ്നിയിലെ വിറകായിത്തീരും നിങ്ങളെന്ന ഓർമ്മ നിങ്ങൾക്കുണ്ടായിക്കൊള്ളട്ടെ. വീണ്ടും നിങ്ങളോട് പറയുകയാണ്, ഞങ്ങളുടെ സമയങ്ങൾ മുഴുവനും ചെലവാക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ശിർക്കൻ വിശ്വാസം ഉപേക്ഷിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിരന്തരമായി പ്രാർത്ഥിക്കുക. ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ. നിങ്ങൾ ഇപ്പോൾ അകപ്പെട്ടിട്ടുള്ളത് പച്ചയായ ശിർക്കൻ വിശ്വാസത്തിലാണ്. അത് സത്യമാണ്. അത് ഞങ്ങൾ തെളിയിച്ചാണ്ട് തരും. അത് തെളിയിച്ച് തരാൻ മുജാഹിദുകൾക്ക് കഴിയുമെന്ന ആ വിശ്വാസം നിങ്ങളുടെ ഫൈസൽ മുസ്ലിയാർക്ക് ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം മുജാഹിദുകളുടെ മുന്നിലേക്ക് വരാത്തത് എന്ന തിരിച്ചറിവെങ്കിലും നിങ്ങൾക്കുണ്ടാകട്ടെ. അതുകൊണ്ട് വീണ്ടും ചോദിക്കുന്നു, അലൈസ ഫീക്കും റജുലുൻ റഷീദ്, നിങ്ങൾ ഒരാൺകുട്ടിയില്ലേ ഈ മുസ്ലിയാരുടെ ഈ ശിർക്കൻ വിശ്വാസത്തിനെതിരെ പറയാൻ, ഈ ശിർക്കൻ വിശ്വാസത്തിനെതിരെ ഒന്ന് പ്രതികരിക്കാൻ? എൻ്റെ നിങ്ങളിൽ ഒരു ആൺകുട്ടികളില്ലാതായിപ്പോയി. നട്ടെല്ലുള്ള ഒരുത്തനില്ല സഹോദരന്മാരെ. ആരുടെ മുന്നിലാണ് നിങ്ങളുടെ ആദർശം നിങ്ങൾ പണയപ്പെടുത്തിയത്?